Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wabihi nasta'in. Wa sallallahu wa sallama wa baraka ala nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi at-tayyibin at-tahirin wa man tabi'ahum bi ihsanin ila yaumiddin wa ba'd. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൻ്റെ ആഴത്തെയും സൂക്ഷ്മ ജ്ഞാനത്തെയും അത് നമ്മോട് തേടുന്നതും ചോദിക്കുന്നതും എന്ത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഉണ്മയുടെ ലോകം അതൊന്നുകിൽ ഗൈബാണ്, പിന്നെ മറ്റൊന്ന് ഷഹാദത്താണ്. ഇവിടെ അദൃശ്യമായൊരു ലോകമുണ്ട്, ദൃശ്യമായ ലോകവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അല്ലാഹു അപ്രകാരം അല്ലാമുൽ ഗുയൂബ്, ഗൈബുകൾ സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദിഷണക്കും ദൃഷ്ടിക്കും ഗോചരമായതുണ്ട്, അതിന് അഗോചരമായതുണ്ട്. അഗോചരമായത് അതാണ് ഗൈബ്, അദൃശ്യ ലോകം, അഭൗതിക ലോകം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അറിവിന് ദൃശ്യമെന്നോ അദൃശ്യമെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു സസൂക്ഷ്മം എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാമുൽ ഗുയൂബ് എന്ന അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വായിക്കുന്നുണ്ട്. ഗൈബുകളെ അതിസൂക്ഷ്മം അറിയുന്നവൻ എന്നാണ്. നമുക്ക് അദൃശ്യമായി അഭൗതികമായി ഉള്ളത് അള്ളാഹ്ക്ക് സൂക്ഷ്മജ്ഞാനമുള്ള വിഷയം എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിൽ ആത്മീയമായി മതപരമായി പരിപോഷിക്കുവാനും നമ്മെ ആ നിലക്ക് വളർത്തുവാനും ഉതകുന്ന ഒരു തേട്ടവും വിഷയവുമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുതകുന്ന ചില ചരിത്രങ്ങളാണ് ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയം നമ്മൾ പഠിക്കുന്നത്. ഇസ്രായേലിയരിൽ അൽ കിഫിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ
അൽ കിഫിൽ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഈ വ്യക്തി ലാ യതവറഉ മിൻ ദംബിൻ അമിലഹു എന്നാണ്. എന്ത് തെറ്റ് ചെയ്താലും അതിലൊരു വിരക്തി കാണാത്ത വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, പാതകങ്ങൾ അയാൾക്കൊരു പ്രശ്നമല്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കാണാം ഹദീസിൽ ഫഅതതുഹു ഇംറഅത്തുൻ ഫഅതാഹ 60 ദീനാറൻ അല അയ്യതഅഹ എന്നാണ്. കിഫിൽ ആ പെണ്ണിന് 60 ദീനാർ കൊടുത്തു. തൻ്റെ അടുക്കൽ ആഗതമായ പെണ്ണിന് 60 ദീനാർ കൊടുത്തു. അത് അവളെ പ്രാപിക്കാനായിരുന്നു, വ്യഭിചാരത്തിനുള്ള കൂലി. അങ്ങനെ ഈ സ്ത്രീയെ പ്രാപിക്കുവാൻ അവളിൽ കയറിയിരുന്ന ഈ കിഫിൽ കാണുന്നത് ഈ സ്ത്രീ വിറക്കുന്നു, അവൾ കരയുന്നു. അർഅദത് വബകത് എന്നാണ്. അപ്പോൾ കിഫിൽ ചോദിക്കുകയാണ്, മാ യുബ്കിക്കി അക്റഹ്തുക്കി, പെണ്ണെ നീ എന്തിന് കരയുന്നു? ഞാൻ നിന്നെ ബലാത്കാരം പിടികൂടി നിന്നെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണോ? അപ്പോൾ ആ സ്ത്രീ പ്രതികരിച്ചത്, ലാ വലാകിന്നഹു അമലുൻ മാ അമിൽതുഹു ഖത്ത്, ഇതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, വിറക്കുന്നത്. എന്നിട്ട് അവളൊരു അനുബന്ധം പറഞ്ഞത്, വമാ ഹമലനി അലൈഹി ഇല്ലൽ ഹാജ, ഒരാവശ്യം, അനിവാര്യത, അവശ്യം, അതാണ് ഈ ഒരു കാര്യത്തിന് എന്നെ പ്രേരിപ്പിക്കുന്നത്. 60 ദീനാർ അവൾക്ക് അനിവാര്യമായി വന്നു. അത് കിഫിൽ നൽകണമെങ്കിൽ കിഫിലിൻ്റെ ആവശ്യത്തിന് സമ്മതിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് അവൾ അയാളുടെ മുമ്പിൽ കടന്നത്. അപ്പോൾ കിഫിൽ ചോദിക്കുകയാണ്, തഫലീന അൻതി ഹാദ വമാ ഫഅൽതിഹി, ഇതുവരെ നിങ്ങളിത് ചെയ്തിട്ടില്ലേ? ഇതാദ്യത്തെ അനുഭവമാണോ? അങ്ങനെ ഇദ്ഹബി ഫഹിയ ലക്കി, പൊയ്ക്കോ, ദീനാറുകൾ 60 അത് നിനക്കുള്ളതാണ്. അങ്ങനെ ആ സ്ത്രീ ഒരു തെറ്റിന് വിധേയയാകാതെ അവിടം വിട്ടു. കിഫിൽ പറഞ്ഞത് ലാ വല്ലാ ലാ ആസില്ലാഹ ബഅദഹ അബദ എന്നാണ്. അള്ളയാണ്, ഇല്ല, ഒരിക്കലും ഇല്ല, ഇനി ഞാൻ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കില്ല എന്നാണ്. ഈ ഹദീസിൻ്റെ അവസാനത്തിൽ കാണാം ഫമാത മിൻ ലൈലത്തിഹി എന്നാണ്. ആ ദിവസം രാത്രി ഈ കിഫിൽ മരണപ്പെട്ടു. അങ്ങനെ പ്രഭാതം പൊട്ടിവിരിഞ്ഞപ്പോൾ ഫഅസ്ബഹ മക്തൂബൻ അലാ ബാബിഹി ഇന്നല്ലാഹ ഖദ് ഗഫറ ലിൽ കിഫ്ൽ, അദ്ദേഹത്തിൻ്റെ വീട്ടുവാതിലിൽ എഴുതപ്പെട്ടിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കിഫിലിന് അയാളുടെ തെറ്റുകൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം. ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഈ ഹദീസ്, തുർമുദി ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു, ഇമാം ഹാക്കിം ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാമാണികരായ ഇമാം തുർമുദിയെ പോലുള്ളവർ തന്നെ ഇതിനെ കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ചത് കൊണ്ടാണ് ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തിട്ടത്. സഹോദരന്മാരെ, ഇവിടെ ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു ചെയ്തിയാണിതെന്ന് പറഞ്ഞ് സ്ത്രീ കരഞ്ഞത്, അവർ വിറച്ചത്. അവളുടെ ആ വാക്കിൽ പ്രചോദിതനായി കിഫിൽ
ഇനി ഞാനൊരിക്കലും അള്ളാഹുവിന് മുമ്പിൽ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചതും മനസ്താപത്തിൽ തെറ്റിനോട് വിടവാങ്ങിയതും. അതിനാൽ അയാൾ നേടിയ വലിയ അനുഗ്രഹവും അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇമാം തബറാനി നിവേദനം ചെയ്ത മറ്റൊരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു ഉമറുമായി ബന്ധപ്പെട്ടാണത് നിവേദനം സഹീഹായി ഉദ്ധരിക്കപ്പെടുന്നതാണ്. അതിൽ പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരാട്ടിടയൻ്റെ അരികിലൂടെ നടന്നു. ആ ഇടയനോട് ചോദിച്ചു, യാ റാഇ അൽ ഗനം ഹൽ മിൻ ജസ്റത്തിൻ. ഇബ്നു ഉമർ മരുഭൂമിയിൽ ഒരു യാത്രാ മധ്യേയാണ്. അപ്പോൾ ഇടയനെ കണ്ടപ്പോൾ ഇടയനോട് ചോദിക്കുകയാണ്, ഹൽ മിൻ ജസ്റത്തിൻ, അറക്കാൻ പറ്റിയ വല്ല ആടും നിങ്ങളുടെ പക്കലുണ്ടോ എന്ന്. അപ്പോൾ ഇടയനെ പറഞ്ഞു, ലൈസ ഹാഹുന റബ്ബുഹ, ആടുകളുണ്ട്, പക്ഷെ ആട്ടിൻ്റെ ഉടമസ്ഥൻ ഇവിടെ ഇല്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ ഇടയനെ പരീക്ഷിക്കാൻ മാത്രമാണ് ഈ ചോദ്യം. അതുകൊണ്ട് പറഞ്ഞത് അക്കല ഹസീബ് തഖൂലു ലഹു അക്കല ഹസീബ്, ഉടമസ്ഥൻ വരുമ്പോൾ ചെന്നായി തിന്നു എന്ന് പറഞ്ഞാൽ മതി, എനിക്കൊരാടിനെ അറക്കാൻ തരുമോ എന്നാണ് ഇബ്നു ഉമറിൻ്റെ ചോദ്യം, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ചോദ്യം. ഹദീസിൽ കാണാം, ഈ സംഭവം ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാം, ഫറഫഅ റാഇ റഅസഹു ഇല സമാ, ഇടയൻ ആ സന്ദർഭത്തിൽ ആകാശത്തിലേക്ക് തൻ്റെ ദൃഷ്ടി ഉയർത്തി കണ്ണു പായിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഫഅൈനല്ലാഹ്, ഫഅൈനല്ലാഹ്, ആട്ടിൻ്റെ ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിലും അള്ളാഹു എവിടെ എന്നതാണ് ചോദ്യം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ പ്രതികരണം, അന വല്ലാഹ് അഹഖു അൻ അഖൂൽ ഫഅൈനല്ലാഹ്, അള്ളാഹുവാണ് സത്യം, ഞാനാണ് ഇത് പറയാൻ ഏറ്റവും അർഹനായത്. ഏത് പറയാൻ? ഐനല്ലാഹ്, അള്ളാഹു എവിടെ എന്ന്. അങ്ങനെ ഫഷ്തറ ഇബ്നു ഉമറു അർറാഇയ വഷ്തറൽ ഗനം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ ഇടയൻ്റെ സയ്യിദിൽ നിന്ന് ഇടയനെ വാങ്ങി. ആദ്യം അയാൾ അടിമയാണ്, ആ അടിമയെ വാങ്ങി, ആടുകളെയും വാങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ ആട്ടിടയനെയും വിലക്ക് വാങ്ങി, ആടുകളെയും വിലക്ക് വാങ്ങിയിട്ട് ഫഅതഖഹു വഅതാഹുൽ ഗനം എന്നാണ്, ഇടയനെ മോചിപ്പിച്ചു. ആ ഇടയനെ, അയാൾ അടിമയാണ്, വിലക്ക് വാങ്ങിയിട്ട് മോചിപ്പിച്ചു. വഅതാഹുൽ ഗനം എന്നാണ്, ഈ ആടുകളെയൊക്കെ ആ ഇടയന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ നൽകുകയുണ്ടായി എന്നാണ്. സിൽസില സഹീഹയിൽ ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച സംഭവമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഒരു ഇടയനാണ്, അടിമയുമാണ്. അയാൾ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിനെ നൽകിയിട്ടുണ്ടെങ്കിൽ സയ്യിദ് വരുമ്പോൾ ഒന്നിനെ ചെന്നായി തിന്നു എന്ന് പറഞ്ഞാൽ ഒരു വേള സയ്യിദ് അറിഞ്ഞോളന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മരുഭൂമിയിൽ സ്വാഭാവികമാണത്, സയ്യിദ് സമ്മതിച്ചെന്ന് വരും. പക്ഷേ ആ ഇടയൻ മരുപ്പറമ്പിൽ ആടുകൾക്ക് മൂട്ടിൽ ഒരു ഇടയനാണെങ്കിലും ഐനല്ലാ, അള്ളാഹു എവിടെ എന്നുള്ള ആ ഒരു ബോധം അത് അയാളുടെ മനസ്സിൽ നിഴലിച്ചു, ഇടം നേടി. അതുകൊണ്ട് തന്നെ ഒരപരാധം ചെയ്യുന്നതിൽ അത് അയാൾക്കൊരു വിലക്കായി മാറി എന്നുള്ളതാണ്. ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടായാൽ വിശ്വാസികൾക്കുണ്ടാകുന്ന ഗുണം. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവൻ്റെ പേരുകളെക്കുറിച്ചുള്ള അറിവ്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ്, അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള അറിവ്, അത് വിശ്വാസിയുടെ മനസ്സിൽ ഇടം കണ്ടാൽ അത് വിശ്വാസിയുടെ ജീവിതത്തെ മാറ്റിമറിക്കും.
സ്ഖലിതങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നന്മകളിലേക്ക് വഴിമാറാൻ അത് വിശ്വാസിക്ക് അവസരം ഒരുക്കും എന്നുള്ളതാണ്. നമ്മൾ അല്ലാഹു അറിയുന്നു എന്ന് മനസ്സിലാക്കിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അറിവ് അത് നമുക്ക് ഷഹാദത്തായ ഗോചരമായ ദൃശ്യമായ കാര്യങ്ങളെ മാത്രമല്ല, പിന്നെയോ നമുക്ക് അഗോചരമായ ഗൈബായ കാര്യങ്ങളെ വരെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാമുൽ ഗുയൂബാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുണ്ട്. ഒന്ന് അൽ ഗൈബുൽ മുത്ലഖ്, മറ്റൊന്ന് അൽ ഗൈബുൽ നിസ്ബി. അൽ ഗൈബുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന അദൃശ്യജ്ഞാനങ്ങളാണ്. അതാർക്കുമേ അറിയില്ല, അങ്ങനത്തെ ഗൈബുണ്ട്. എന്നാൽ അൽ ഗൈബുൽ നിസ്ബി എന്ന് പറഞ്ഞാൽ ആനുപേക്ഷികമായിട്ട് പടപ്പുകളിൽ ചിലർക്ക് ഗൈബ്, ചിലർക്ക് ഗൈബായിരിക്കും, അതെല്ലാവർക്കും ഗൈബായിക്കൊള്ളണമെന്നില്ല. ചില ഗൈബുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് അറിയിച്ചിരിക്കും, ചിലർക്ക് അറിഞ്ഞോളണമെന്നില്ല. മലക്കുകളുമായി ബന്ധപ്പെട്ട്, ജിന്നുകളുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളിൽ അൽ ഗൈബുൻ നിസ്ബി ഉണ്ട്, ആനുപേക്ഷികമായിട്ടുള്ളതായ ഗൈബ്. ഗൈബ് എന്തായാലും അതറിയാന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകതയാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ഗൈബ് അറിയില്ല എന്നുള്ളതാണ് അസൽ. ഇല്ലാ മൻ ഇർതദാ മിൻ റസൂലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട റസൂൽമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നതുണ്ട്. അത് റിസാലത്തുമായി ബന്ധപ്പെട്ട്, ദഅവത്തുമായി ബന്ധപ്പെട്ട്, നുബുവത്തുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. വലൗ കുൻതു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ എന്നാണ്. എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നന്മകളെ വർദ്ധിപ്പിക്കുമായിരുന്നു, ഗുണങ്ങൾ ഏറ്റുമായിരുന്നു. വമ മസ്സനിയസു, ദുരിതങ്ങൾ എനിക്ക് ബാധിക്കുമായിരുന്നില്ല, ഏൽക്കുമായിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ഏൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തടി സലാമത്താക്കാമായിരുന്നു. എത്രയെത്ര നന്മകൾ നേടാമായിരുന്നു, ആർജിക്കാമായിരുന്നു. പക്ഷെ ഗൈബ് അറിഞ്ഞില്ല എന്നതിനാലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിൽ പോലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഗൈബ് അറിയില്ല എന്നതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹാബത്തിനെ റജിയ സംഭവം, ബീർ മഊന സംഭവമൊക്കെ എന്താ, എത്ര വിശ്വാസികളാണ് അതിനിഷ്ഠൂരമായി മരിപ്പറമ്പിൽ ശത്രുക്കൾ ചതിയിൽപ്പെടുത്തി അവർ കൊല ചെയ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയാണ്, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ആൾ വേണം, അവിടെയൊക്കെ എല്ലാവരും ഇസ്ലാമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെലക്റ്റഡ് ആളുകളെ നിയോഗിക്കുകയാണ്. ഖുർആൻ ഓതാൻ അറിയുന്ന, പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരുടെ കൂടെ വിടുകയാണ്. പക്ഷെ അവർ ചതിയന്മാരാണ്. മരിപ്പറമ്പിലേക്ക് ഉൾവലിഞ്ഞാൽ ഈ വിശ്വാസികളെ, മഹത്തുക്കളെ ചതിയിൽ കൊല്ലാനാണ് കൊണ്ടുപോണത്. അതല്ലേ ബീർ മഊന സംഭവം, റജിയ സംഭവം. ആ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ, ഉലമാക്കൾ പറയാണ്, വലൗ കുൻതു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനി യസു. ഈ ആയത്തിൻ്റെ ഭാഗം അറിയിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെയെന്ന്. ഒരു വിഭാഗം ആളുകൾ ഉറനീയങ്ങളുടെ സംഭവം നടത്തി നമ്മൾ ചരിത്രം വായിക്കും. എന്താ സംഭവം? ഒരു വിഭാഗം മദീന അണിഞ്ഞു, ഗ്രാമീണർ മദീനയെ അണഞ്ഞു. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ ഇവർക്ക് ഒന്നായിട്ട് പനി പിടിച്ച് രോഗമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ തങ്ങളുടെ വിഷയം, രോഗം ആവലാതിപ്പെടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അതിനുള്ള മരുന്ന് നിശ്ചയിക്കണത് എന്താ? മദീനയിലുള്ള ഒട്ടകങ്ങളെ അവരോട് കൊണ്ടുപോകാൻ പറയാണ് മരുഭൂമിയിലേക്ക്. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൂട്ടുവാക്കി. അങ്ങനെ
ഈ ഒട്ടകങ്ങളെ ഏൽപ്പിച്ച ഈ സഹാബി അയാളെയും കൊണ്ട് ഈ ആഗതർ മരുഭൂമിയിലേക്ക് പോവാണ്. അവരുടെ വിഷയം രോഗമോ അവരുടെ വിഷയം ദീനമൊന്നുമല്ല. പിന്നെ മരുഭൂമിയിലേക്ക് എത്തിയപ്പോൾ അവരെന്ത് ചെയ്ത്, ഈ സഹാബിയുടെ കണ്ണ് ചൂന്ന് ആ സഹാബിയെ അവർ വെയിലത്തിട്ട് കൊല്ലുകയാണ്. എന്നിട്ട് ഈ ഒട്ടകങ്ങളായിട്ട് അവിടെ കടന്നു കളയുക ചെയ്യുന്നു. ഒട്ടകങ്ങളായിട്ട് അവർ കടന്നു കളഞ്ഞു. വളരെ ദാരുണമായൊരു അന്ത്യമായിരുന്നു ആ ഇടയനുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയും എന്നാണ് വിശ്വാസമെങ്കിൽ ആ നാളെയുടെ വർത്തമാനവും അദൃശ്യ വർത്തമാനവും അറിയുന്ന പ്രവാചകൻ ഈ സഹാബിയെ കുരുതി കൊടുത്തു എന്ന് വരില്ലേ? റജീ സംഭവത്തിലും ബീർ മൗന സംഭവത്തിലും 10-70-ലേറെ സഹാബികളാണ് നിഷ്ഠൂരമായിട്ട് കൊല്ലപ്പെട്ടത്. നിഷ്ഠൂരമായിട്ട് കൊല്ലപ്പെട്ടു. ആസിം ഇബ്നു സാബിത്ത്, സെയ്ദ് ബിൻ ദസിന്ന, ഖുബൈബ് ബിൻ ആദി അവരൊക്കെ ജീവനോടെ ഉടലോടെ പിടികൂടപ്പെട്ടു. പക്ഷേ ആസിം ബിൻ സാബിത്ത് അദ്ദേഹം അവർക്ക് പിടികൊടുക്കാതെ ധീരധീരം പോരാടി അദ്ദേഹത്തിൻ്റെ മരണം വേറിട്ടൊരവസ്ഥയായിരുന്നു. 70-ൽ പരം ആളുകൾ ആ മരുഭൂമിയിൽ അവർ വധിക്കപ്പെട്ടു. അവർ ചിത്രവധം നടത്തപ്പെട്ടു, വികൃതമാക്കപ്പെട്ടു. സെയ്ദ് ബിൻ ദസിന്നയും ഖുബൈബും പിടികൂടപ്പെട്ടു. അവർ മക്കയിൽ വിൽക്കപ്പെടുകയും അങ്ങനെ മക്കയിൽ അവരെ തനൈമിൽ കൊണ്ടുപോയിട്ട് മുശ്രിക്കുകൾ ബദറിൻ്റെ പക തീർക്കാൻ ആ രീതിയിലാണ് അവർ അൽ മൗതു സബറൻ എന്ന് പറയും. മരണത്തിലേക്ക് വലിച്ചു വെക്കുക എന്നറിയില്ലേ? മരണം ഒരു പോയിന്റിൽ അവിടേക്ക് വലിച്ചു വെച്ച് അവിടെ മരിപ്പിക്കാറില്ലേ? അതിലേക്ക് ആ ഒരു രീതിയിലേക്കാണ് അവരെ കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു വരുന്നത് ഗൈബ് അത് അള്ളാഹുവിൻ്റെ മാത്രം അറിവിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലാമുൽ ഗുയൂബ്, ഗൈബുകളുടെ സൂക്ഷ്മജ്ഞാനമുള്ള മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഗൈബ് അറിയില്ല എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനമായി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. കാരണം പലരും അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ചിലർക്കും ഒക്കെ ഗൈബ് അറിയും എന്നുള്ള രീതിയിലാണ് അള്ളാഹു തിരുനബിയെ കൊണ്ട് പഠിപ്പിക്കുന്നത്. എനിക്ക് ഗൈബ് അറിയില്ല, വല ആലമുൽ ഗൈബ്, ഞാൻ ഗൈബ് അറിയുന്നവനല്ല എന്നാണ്. വലൗ കുൻതു ആലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂ എന്നാണ്. ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഖൈർ എനിക്ക് കൂടുതലാക്കാമായിരുന്നു, വിപത്തൊരിക്കലും എന്നെ ഏൽക്കുമായിരുന്നില്ല എന്നാണ്. അതാണ് ഖൈബറിൽ സലാം ഇബ്നു മുഷ്കം എന്ന് പറയുന്ന ജൂതൻ്റെ ഭാര്യ സൈനബ് ബിന്തുൽ ഹാരിസ് എന്ന് പറയുന്ന പെണ്ണ് വളരെ കുബുദ്ധി പ്രയോഗിച്ചാണ് വിഷം കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ജൂത തലകൾ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷം നൽകി അപായപ്പെടുത്താനുള്ള അവരുടെ ഹീനശ്രമം, ആ ശ്രമത്തിൽ അവൾ അതിന് മുന്നോടിയായി മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹദിയ മുഹമ്മദ് സ്വീകരിക്കുമോ? സമ്മാനം, മാംസാഹാര സമ്മാനമായി കൊടുത്താൽ സ്വീകരിക്കുമോ? ഒരാടിനെ അറുത്താൽ അതിൻ്റെ ഏത് മാംസള ഭാഗമാണ് മുഹമ്മദിന് ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം? അതൊക്കെ ചോദിച്ചറിഞ്ഞ് കാൽത്തുട ഏറ്റവും നല്ല ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അവിടെ കൂടുതൽ വിഷമാക്കി അങ്ങനെയാണ് ഹദിയ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് കഴിച്ചില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ മുറിവേൽപ്പിച്ചില്ലേ? ബിശ്ർ ഇബ്നുൽ ബറാ ഇബ്നുൽ മഅറൂർ റളിയല്ലാഹു തആല അൻഹു നബിയോടൊപ്പം ആ മാംസാഹാരം കഴിച്ചില്ലേ? ബിശ്ർ അതിനാൽ ഖൈബറിൽ ഷഹീദായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേറ്റ ആ വിഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ശിഷ്ടകാലം, ഈ ദുനിയാവിൽ ജീവിച്ച ശിഷ്ടകാലം, ഖൈബർ
ഹിജ്റയുടെ 8-ലാണ്. ഖൈബർ ഹിജ്റയുടെ 8-ൽ, മുഹറത്തിനൊടുവിൽ സഫറിൻ്റെ ആ സമയങ്ങളിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ഹിജ്റയുടെ 8, ഹിജ്റയുടെ 9, 10, 11 റബീഉൽ അവ്വൽ മാസം പിന്നിടുമ്പോൾ 12-ൻ്റെ ആ പൂർവാനം പിന്നിടുമ്പോൾ റസൂലുള്ളാഹിൻ്റെ വിയോഗം. ഈ 3 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു വിഷം തീണ്ടിയതിൽ പിന്നെ ശക്തമായ തലവേദനയുണ്ടാകാറുണ്ട്, തലകറക്കമുണ്ടാകാറുണ്ട്, പനിയുണ്ടാകാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഈ വിഷമാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമിന്നി വീണ ചരിത്രം വായിക്കുന്നു. ശക്തമായ പനിയിൽ ചുട്ടുപൊള്ളി വസ്ത്രങ്ങൾ പലത് തിരുനബിയുടെ മേൽ മൂടിയിട്ടാലും അതിൻ്റെ മേൽ ചൂട് അനുഭവിക്കുന്ന രീതിയിൽ പനി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായത് നമ്മൾ വായിക്കുന്നു. ശക്തമായ തലവേദനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുളയുന്നത്, ആ തലവേദനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമിന്നി വീഴുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അബു മുവൈഹിബ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല നബിയെയും കൊണ്ട് ബഖീ ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിൽ സഹാബത്തിന് സലാം പറയാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോവുകയാണ്. അബു മുവൈഹിബ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിലെത്തി, ബഖീയിലെത്തി, തലമിന്നി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങി സഹായിച്ച് അബു മുവൈഹിബ വർത്തിച്ചത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊക്കെയും ഈ ഒരു വിഷം തീണ്ടിയതിൻ്റെ അപ്പുറം അതിൻ്റെ ഒരു പ്രയാസങ്ങളായിരുന്നു. തൻ്റെ മുമ്പിൽ ജൂതപ്പെണ്ണാണ്, ജൂതരുടെ തലയാണ്, ഇതിൽ വിഷമാണുള്ളത്, ഇത് ജൂതരുടെ കുബുദ്ധിയാണ് എന്ന് പിന്നെ ആ സല്ലാം ബിൻ മിഷ്കമിൻ്റെ ഭാര്യ സൈനബ് ബിന്തുൽ ഹാരിസിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പറയുന്നത്. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാംസാഹാരം തൻ്റെ വായിലിട്ട് ചവച്ചത്, വിഷം ചുവച്ച് തുപ്പിയത്. അപ്പോൾ അതാണ് വമ മസ്സനിയസു, ഗൈബ് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കൊരു വിപത്തും ദുരിതവും ഏൽക്കുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയില്ല. ഗൈബ് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം ഗൈബ് അറിയുന്നവനാണ്. അപ്പോൾ ഷഹാദത്തിൽ നമ്മുടെ ഈ ഉണ്മയുടെ ലോകത്ത് നമുക്ക് ദൃശ്യമായത് അത് അള്ളാഹ്ക്കറിയാന്നുള്ളത് പറയേണ്ടതില്ല. ദൃശ്യം അദൃശ്യം വ്യത്യാസമെന്നീ അള്ളാഹുവിൻ്റെ അറിവ് എല്ലാത്തിനും ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രത്യേകത അത് നമ്മൾ ഉൾക്കൊള്ളാൻ മാത്രമല്ല ഇത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്, പിന്നെയോ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഫലം മനസ്സിലാക്കാനാണ്, അതിൻ്റെ പ്രതിഫലനം അതെന്ത് എന്ന് മനസ്സിലാക്കാനാണ്. അത് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ തുഖ്ഫു മാ ഫി അൻഫുസികും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ നെഞ്ചകത്ത് എന്തൊളിപ്പിച്ചോ, നിങ്ങൾ എന്തെന്ന് വെളിപ്പെടുത്തിയോ അള്ളാഹു അതറിയും. വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വാനത്തിലുള്ളതെല്ലാം അള്ളാഹു അറിയും, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു അറിയും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുറ്റവനായി അള്ളാഹു ആണുള്ളത്. റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ, ഞങ്ങളുടെ റബ്ബേ നീ അറിയുന്നു ഞങ്ങൾ പരസ്യമാക്കുന്നതും ഞങ്ങൾ രഹസ്യമാക്കുന്നതും. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർദ്, ഈ ഭൂമിക്കുപരിയിൽ അള്ളാഹ്ക്ക് ഗോപ്യമായി ഒന്നുമേ ഇല്ല എന്നുള്ളതാണ്. ഭൂമിക്കുപരിയിൽ മാത്രമല്ല, പിന്നെ വലാ ഫിസ് സമാ, വാനത്തിലും. അപ്പോൾ വാനങ്ങളിലും ഭൂമിയിലും അള്ളാഹ്ക്ക് മറഞ്ഞതായി ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയും എന്നുള്ളതാണ്. അള്ളാഹു അറിഞ്ഞാൽ എന്താ?
അതിൽ പ്രധാനപ്പെട്ട വിഷയം സുമ്മ ഇലാ റബ്ബിക്കും ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. അതാണ് വിഷയം. സുമ്മ ഇലാ റബ്ബിക്കും മർജിഉകും, നിങ്ങളുടെ റബ്ബിലേക്ക് മാത്രമാണ് നിങ്ങളുടെ മടക്കം. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, റബ്ബിലേക്ക് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിവരം തരും. എന്ത്? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്, അത് നിങ്ങൾ ചെയ്തിരുന്നതിനെ കുറിച്ച് റബ്ബ് നിങ്ങൾക്ക് വിവരം തരും. റബ്ബിലേക്ക് മാത്രം നിങ്ങൾ മടക്കപ്പെടുന്ന ആ പരലോകമായാൽ. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, തീർച്ചയായും അള്ളാഹു നെഞ്ചകത്തുള്ളത് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നാണ് വിഷയം. അവിടെയാണ് അള്ളാഹു സൂക്ഷ്മമായി അറിയും. ആ അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കും. അള്ളാഹു ആ അറിവിനെ ഉണർത്തും. എവിടെ? പരലോക കോടതിയിൽ. അതുകൊണ്ട് തന്നെ പരലോകത്ത് യൗമൽ തുബ്ല സറായിർ, രഹസ്യങ്ങൾ വെളിയിൽ കൊണ്ടുവരപ്പെടുന്ന ദിവസമാണ്. വഹുസ്സില മാ ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് അത് വെളിയിലെടുക്കപ്പെടുന്ന ദിവസമാണ്. ഒക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് കരുതിയിട്ടേ ഉള്ളൂ, ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ളിൽ ഒതുക്കിയതിനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുക്കും. രഹസ്യമാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്യമാക്കും. എന്നിട്ട് അതിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിചാരണയാണ്. അതുകൊണ്ടാണ് ആ ഒരു ബോധ്യം നമ്മളുടെ മനസ്സിൽ വളർന്ന് നമ്മൾ കണ്ണ് നനക്കാൻ, മനസ്സ് പിടക്കാൻ, ജീവിതം അത് പരസ്യത്തിലും രഹസ്യത്തിലും സൂക്ഷ്മമാക്കാൻ നമ്മൾ വസിയ്യത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അർശിൻ്റെ തണലിൽ 7 പേർ സുഖിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തണലില്ലാത്ത മഹ്ശറിൽ അള്ളാഹു അവൻ്റെ തണലേകി 7 കൂട്ടരെ ആദരിക്കും എന്നൊരു ഹദീസ് റുവീന ഫി സഹീഹൈനി ഹദീസും ഫി സഹീഹൈനി സബഅത്തുൻ യുദില്ലുഹുമുൽ മൗല ബിഖൈരി ദിലാലി എന്നാണ്. നല്ല ശീതള ഛായയിൽ അള്ളാഹു 7 കൂട്ടരെ ആദരിക്കും എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. അതിൽ ഒരാൾ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു എന്നാണ്. വറജുലുൻ, ഒരാൾ, ദക്കറല്ലാഹ, അള്ളാഹുവിനെ അയാൾ ഓർത്തു. എങ്ങനെ? ഖാലിയൻ, ആൾക്കൂട്ടത്തിലല്ല, ആളൊഴിഞ്ഞയിടത്താണ്, തനിച്ചാണ്. പക്ഷേ ആളൊഴിഞ്ഞെടുത്ത് താൻ ഒറ്റക്കായിരിക്കെ തൻ്റെ സ്വകാര്യതയിൽ അള്ളാഹുവിനെ ഓർത്ത് ഫഫാദത് ഐനാഹു എന്നാണ്. അയാളുടെ 2 കണ്ണുകളും കരഞ്ഞു, അത് നിറഞ്ഞൊലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആളൊഴിഞ്ഞിടത്ത് തനിച്ചിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കണ്ണ് നനയാനും കണ്ണ് നിറയാനും നിറഞ്ഞൊലിക്കാനും കാരണീഭവിച്ചതെന്താ? അള്ളാഹുവിൻ്റെ മാഹാത്മ്യം, അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി, തൻ്റെ പോരായ്മകൾ, അത് മേലായവന് മുമ്പിൽ അതിലൊരു വിചാരണയിൽ ആ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് താൻ എന്നുള്ളതായ വിചാരം, അതൊക്കെയാണ് മനസ്സിനെ ചലിപ്പിക്കുന്നതും കണ്ണിനെ കരയിപ്പിക്കുന്നതും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് സമ്മാനിക്കേണ്ടത് ഖൽബിൽ പേടിയാണ്, കണ്ണിൽ കരച്ചിലാണ്. അത് ആൾക്കൂട്ടത്തിൽ ഒരു പ്രകടനമായല്ല, പിന്നെ ആളൊഴിഞ്ഞെടുത്ത് ആത്മാർത്ഥമായി എന്നുള്ളതാണ്. അതായിരുന്നു പൂർവികരുടെ പ്രത്യേകത. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ മിറാജിൻ്റെ രാവിൽ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്? ഭയചകിതമായ അവസ്ഥയിൽ ഒരു കിടത്താണ്. ആർക്ക്? ജിബ്രീലിന്. പടച്ചോനെ പേടിച്ചുള്ള ഭക്തിപുരസ്സരമായ അവസ്ഥയിലാണ് ജിബ്രീൽ എന്ന മലക്ക്. ജിബ്രീൽ എത്രമേൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുൻ മുഖറബായ ജിബ്രീൽ. അള്ളാഹുവിങ്കൽ ആരാ ജിബ്രീൽ?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ എന്നാണ്. റസൂലുൻ കരീമാണ് ജിബ്രീൽ, മാന്യനായ ദൂതനാണ്. ദീ ഖുവ്വത്തിൻ, ശക്തനാണ്. ഇൻദ ദിൽ അർശി മകീൻ, അർശിങ്കൽ, അള്ളാഹുവിൻ്റെ അർശിങ്കൽ സ്ഥാനവും സ്വാധീനവുമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം അരുളിയാൽ അങ്ങനെയുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഭയചകിതമായി ഒരു ജീർണിച്ച വസ്ത്രം കിടക്കുന്നത് പോലെ വാഹനങ്ങൾക്ക് മീതെ അർശിങ്കൽ കിടക്കുന്നത് കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും മഹത്വവും ഉൾക്കൊണ്ടുള്ള ഒരു പെരുമാറ്റമാണ്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സുബഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജ്റയിൽ നിസ്കരിക്കുകയാണ്. ഹുജ്റ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ അകമല്ല, പിന്നെയോ വീടിൻ്റെ പുറത്ത് മുറ്റുള്ള ഭാഗമാണ്. അതാണ് ഹുജ്റ. അരമതിൽ കെട്ടി, അരമതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തപ്പന പട്ട, അതിന്മേൽ ഒരു കരിമ്പടം വിരിച്ച രീതിയിൽ മറ കെട്ടിയിരുന്നു മുറ്റത്ത്. അതാണ് ഹുജ്റ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം. ആ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത് എന്താ? ഫലം യസൽ യബ്കി ഹത്താ ബല്ല ഹിജ്റഹു സുമ്മ ബക ഫലം യസൽ യബ്കി ഹത്താ ബല്ല ലിഹിയതഹു സുമ്മ ബക ഫലം യസൽ യബ്കി ഹത്താ ബല്ലൽ അർള് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നു. തിരുനബിയുടെ മടിത്തട്ട് നനഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി നനഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലിൽ മണ്ണ് നനഞ്ഞു എന്നാണ് നമ്മൾ ആ ഹദീസിൽ വായിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ കരഞ്ഞത്? മേലായ റബ്ബിന് മുമ്പിലാണ് കരഞ്ഞത്. ആ മേലായവനെ പേടിച്ചാണ് കരഞ്ഞത് എന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ ധാരാളം വായിക്കുന്നുണ്ട്. ഇമാം സുഫിയാൻ സൗരിയുടെ ചരിത്രം വായിക്കുമ്പോൾ, സുഫിയാൻ സൗരി അറിയപ്പെട്ട മുഹദ്ദിസാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. ബഗ്ദാദിൽ സമകാലീനരായ കുറേ പണ്ഡിതന്മാരിൽ സുഫിയാൻ സൗരിയുടെ സ്ഥാനം വളരെ വലുതാണ്. ധാരാളം ഹദീസ് പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ച് പ്രസിദ്ധ മുഹദ്ദിസാണ് ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ മരണാസന്ന വേളയിൽ ഹമ്മാദ് ബിൻ സലമ റഹ്മത്തുള്ളാഹി അലൈഹി സുഫിയാൻ അവരെ കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഹമ്മാദ് ബിനു സലമ സുഫിയാൻ സൗരിയോട് ചോദിക്കുകയാണ്, പറയുകയാണ്, അബ്ശിർ യാ അബാ അബ്ദില്ല ഇന്നക മുഖ്ബിലുൻ അലാ മൻ കുൻത തർജൂഹു വഹുവ അർഹമുർ റഹീമീൻ. സുഫിയാൻ സൗരിയുടെ വിളിപ്പേരാണ് അബു അബ്ദില്ല. അബു അബ്ദില്ല, സന്തോഷിച്ചോളൂ, നിങ്ങൾ ഏറ്റവും പ്രതീക്ഷ വെച്ച ആളുടെ അടുക്കലേക്കാണ് നിങ്ങളുടെ ഈ പോക്ക്. സുഫിയാൻ സൗരി അള്ളാഹുവിൽ ഏറ്റവും പ്രതീക്ഷയർപ്പിച്ച് ജീവിച്ച മഹാനാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്കാണ് നിങ്ങളുടെ യാത്ര. മാത്രമല്ല വഹുവ അർഹമുർ റഹീമീൻ, അള്ളാഹു അർഹമുർ റഹീമീനുമാണ്, ഏറ്റവും കരുണ ഏകുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മേലായവൻ്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ യാത്ര. അതുകൊണ്ട് അബ്ശിർ, സന്തോഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സുഫിയാൻ സൗരി അതിന് പ്രതികരിച്ചത്, അസ്അലുക ബില്ലാഹി യാ ഹമ്മാദ് അതദുന്നു അന്ന മിസ്ലി യൻജു മിനന്നാർ എന്നാണ്. ഹമ്മാദ് ബിൻ സലമയോട് സുഫിയാൻ സൗരി ചോദിക്കുകയാണ്, അസ്അലുക ബില്ലാഹ്, അള്ളാഹിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹമ്മാദ് അതദുന്നു അന്ന മിസ്ലി യൻജു മിനന്നാർ,
എന്നെപ്പോലുള്ളവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. എന്നെപ്പോലുള്ളവർ നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് സുഫിയാൻ സൗരിയുടെ ചോദ്യം. ആരാണിത്? സുഫിയാൻ സൗരി. ഏറ്റവും കൂടുതൽ ഹദീസ് പഠനത്തിൽ ഗുരുക്കളെ എണ്ണപ്പെടുന്ന മഹാനാണ് സുഫിയാൻ സൗരി. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ചില്ലറക്കാരല്ല, കുറച്ചുമല്ല. വളരെ വലിയ സാത്വികനായി അറിയപ്പെട്ട മഹാനാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ആ വിളി എന്നെപ്പോലുള്ളവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഈ ദുനിയാവിലെ ജീവിതം? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തിൽ, ഇമാം ഷാഫി ഹിജ്റാബ്ദം 204 മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്രാഹിം ബിൻ യഹ്യ അൽ മുസനി, ഇമാം ഷാഫിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളാണ് ഇബ്രാഹിം ബിൻ യഹ്യ അൽ മുസനി. റാവിയത്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ഷാഫി പറയാറുള്ളത്. അതായത് ഇമാം ഷാഫിയുടെ മദ്ഹബിനെ പിൽക്കാലക്കാർക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാന കണ്ണിയാണ് അൽ മുസനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി മരണപ്പെടുന്ന ദിവസം പ്രഭാതത്തിൽ മുസനി ചോദിക്കുകയാണ്, കൈഫ അസ്ബഹ്ത് യാ ഇമാം, എന്താണ് ഈ പുലർച്ചയിൽ നിങ്ങളുടെ അവസ്ഥ എന്ന്. അപ്പോൾ ഇമാം ഷാഫിയുടെ പ്രതികരണം, അസ്ബഹ്തു മിന ദുനിയ റാഹിലൻ, ഇന്ന് ഞാൻ പ്രഭാതത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര പുറപ്പെടുന്നവനാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖൻ, കൂട്ടുകാരോട് ഇന്ന് യാത്ര പറയുന്നവനാണ്. വലി കഇസിൽ മനീയത്തി ശാരിബൻ, മരണത്തിൻ്റെ കോപ്പ അതിൽ നിന്ന് പാനം ചെയ്തവനാണ്. വലി അമലി മുലാഖിയൻ, എൻ്റെ കർമ്മങ്ങൾ അത് കണ്ടുമുട്ടാൻ പോകുന്നവനാണ്. വാ അല്ലാഹി വാരിദൻ, അള്ളാഹുവിങ്കലേക്കാണ് എൻ്റെ കടന്നു ചെല്ലൽ. ഫലാ അദ്രി അതസീറു റൂഹി ഇലൽ ജന്ന ഫഉഹന്നീഹ, എൻ്റെ ആത്മാവ് ഇന്ന് എന്നോട് വിട വാങ്ങിയാൽ അത് സ്വർഗത്തിലേക്ക് പ്രയാണം കുറിക്കുമോ എങ്കിൽ എനിക്കതിനോട് തഹ്നിയത്ത്, അനുമോദനം പറയാൻ സാധിക്കും. പക്ഷേ എനിക്കതറിയില്ല അതിൻ്റെ പ്രയാണം സ്വർഗത്തിലേക്കാണോ എന്ന്. അം ഇലന്നാർ ഫഉഅസ്സിഹ, അതല്ല എൻ്റെ ആത്മാവ് എന്നോട് വിട വാങ്ങിയാൽ അത് നരകത്തിലേക്ക് പ്രയാണം കുറിക്കുമോ എങ്കിൽ എനിക്കതിനോട് അനുശോചനം രേഖപ്പെടുത്തണം. പക്ഷേ ലാ അദ്രി, എനിക്കറിയില്ല എൻ്റെ ആത്മാവിൻ്റെ പ്രയാണം അത് സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ. ഇതാണ് എൻ്റെ ഈ പുലർച്ചയിലെ അവസ്ഥ എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യൻ ഇബ്രാഹിം ബിൻ യഹ്യ അൽ മുസനിയോട് പറയുകയുണ്ടായത് എന്നാണ്. ഇമാം ഷാഫി മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എത്രമേൽ മഹനീയൻ, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്രയാണ്. 2-ാം നൂറ്റാണ്ടിൽ ഒരു മുജദ്ദിദ് എന്ന സ്ഥാനം പറയപ്പെട്ട മഹാൻ വലിയ ശിഷ്യഗണങ്ങളെ ദുനിയാവിന് സമ്മാനിച്ച പ്രമുഖരായ ഗുരുവര്യന്മാരിൽ നിന്ന് ദീൻ പഠിച്ച, വളരെ ചെറുപ്പത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി, ഹദീസുകൾ മനഃപ്പാഠമാക്കി, ചെറുപ്രായത്തിൽ ആളുകൾക്ക് ഫത്വ നൽകാനും വിധി പറയാനും യോഗ്യത നേടിയ, അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിത പ്രമുഖന്മാർ പലരും അസൂയപ്പെടുമാർ ചെറുപ്രായത്തിൽ വൈജ്ഞാനികമായി വളർന്നു പന്തലിച്ച ദീനി നിഷ്ഠയിൽ ഖ്യാതി നേടിയ മഹാനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ മരണാസന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. എന്തായിരുന്നു അവരുടെ അവസ്ഥ? ഒരിക്കലും അവർ ഒരു നിർഭയത്വത്തിലായിരുന്നില്ല. താനെല്ലാം കൊണ്ടു ലഭിച്ചു, അള്ളാഹുവിങ്കൽ
തീർത്തും ഒരു സ്വീകാര്യനാണെന്ന ഒരവസ്ഥയിലായിരുന്നില്ല. പിന്നെയോ ഒരു പേടിയുടെ ഭയപ്പാടിൻ്റെ നിഴലിലായിരുന്നു അവരുടെ ജീവിതാന്ത്യം വരെ എന്നാണ് നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. താബിഈങ്ങളിൽ പ്രസിദ്ധനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് ബിൻ ദീനാർ വളരെ വിരക്തിയിൽ അതേപോലെ നല്ല വിജ്ഞാനത്തിൽ വളർന്ന മഹാനാണ്. താബിഈങ്ങളിൽ പ്രസിദ്ധനാണ് ഇമാം മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി. യാ റബ്ബ് യാ റബ്ബ് ലഖദ് അലിംത സാകിനൽ ജന്ന മിൻ സാകിനിൻ നാർ ഫഫി അയ്യി ദാറൈനി മൻസിലു മാലിക് ബിൻ ദീനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇമാം ദഹബി സിയർ അലാമിൻ നുബലായിൽ മാലിക് ബിൻ ദീനാറിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ അതിലൊരു വരിയാണിത്. മാലിക് ബിൻ ദീനാറിനെ കുറിച്ച് വലിയ കുറേ തത്വങ്ങൾ, ആശയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ദഹബി. വളരെ പ്രമുഖരായ വ്യക്തികളെ തിരുത്തി അവരുടെ ജീവിതത്തിന് ദിശ മാറ്റി ധാർമ്മികതയിലേക്ക് ഗതി മാറ്റിയ മഹാനാണ് മാലിക് ബിൻ ദീനാർ. നിഗളിച്ച് നടക്കുന്ന ഒരു ഭരണാധികാരി മാലിക് ബിൻ ദീനാറിൻ്റെ മുന്നിൽപ്പെട്ടു. മാലിക് ബിൻ ദീനാർ അയാളുടെ നിഗളിപ്പിൽ അമ്പരന്നില്ല. താങ്കൾക്ക് എന്നെ അറിയില്ലേ എന്ന ആ ഭരണാധികാരിയുടെ ചോദ്യത്തിൽ മാലിക് ബിൻ ദീനാർ പറഞ്ഞത് അയാളോട്, എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. നിങ്ങൾ ആദ്യകാലത്ത് നുത്ഫത്തുൻ ഖദീറ, ആളുകൾ അരോചകമായി കാണുന്ന ഒരു ബീജമായിരുന്നു. ഇനി നിങ്ങൾ ജീവിതത്തിൻ്റെ ഒടുവിൽ ജീഫത്തുൻ ഖദീറ, ശവമാകും. ശവമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ദുർഗന്ധം വമിക്കുന്ന ഒരു ശവമായിട്ടാണ് നിങ്ങൾ പരിണമിക്കാൻ പോണത്. ആദ്യകാലത്ത് നിങ്ങൾ ആളുകൾക്ക് അരോചകമായ നുത്ഫയായിരുന്നു, ബീജമായിരുന്നു. ഇനി നിങ്ങളാകാൻ പോകുന്നത് ശവമാണ്. അപ്പോൾ ദുർഗന്ധം വമിക്കും ചെയ്യും. പിന്നെ ഈ രണ്ട് പീരീഡിനിടയിൽ നിങ്ങളുടെ വയറ്റിൽ കൊണ്ട് നടക്കുന്നത് അതിറത്താണ്. അതിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മലാണ്. മലയേറ്റിയാണ് നടക്കുന്നത്. ആദ്യം നുത്ഫയായിരുന്നു, ഇനി ജീഫത്താകാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. ഇതല്ല നിങ്ങളെന്ന് വെച്ച്. അപ്പോൾ ആ ഗവർണർ പോലും ഭരണാധികാരി പോലും നീ എന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് പ്രതികരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ വലിയ മഹത്തുക്കളെ വരെ തിരുത്തിയ ഒരു പ്രമുഖനായിരുന്നു മാലിക് ബിൻ ദീനാർ. കള്ളം കയറി വീട്ടിൽ കള്ളം കയറി മാലിക് ബിൻ ദീനാറിൻ്റെ വീട്ടിൽ കള്ളം കയറി അദ്ദേഹം നിസ്കരിക്കാൻ കുറേ തപ്പി, കള്ളനൊന്നും കിട്ടിയില്ല. സലാം വീട്ടിൽ മാലിക് ബിൻ ദീനാർ മനസ്സിലായി വീട്ടിൽ കള്ളുണ്ട് എന്നുള്ളത്. ചോദിച്ചു, വല്ലതും കിട്ടിയോ? എന്തിനാ അവിടെ കിടന്നത്? ദുനിയാവൊന്നും ഇവിടെ അല്ല, പക്ഷെ ഇവിടെ ആഖിറമുണ്ട്, വരാൻ പറഞ്ഞ്. ആ ഒരു പ്രതികരണത്തിൽ കള്ളൻ വശീകൃതനായി പോയിരുന്ന് മാലിക് ബിൻ ദീനാർ ആ കള്ളനെ ദീന് പഠിപ്പിച്ച്, നിസ്കാരം പഠിപ്പിച്ച്. അങ്ങനെ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ കള്ളനെയും കൊണ്ടാണ് പോണത്. മാലിക് ബിൻ ദീനാറിനോട് ആളുകൾ ചോദിക്കുകയാണ്, ആരാണ് ഒരു ഗസ്റ്റ് കൂടെ? മാലിക് ബിൻ ദീനാർ പറഞ്ഞത്, എന്നെ മോഷ്ടിക്കാൻ വന്നതാണ്, ഞാൻ അയാളെ മോഷ്ടിച്ചതാണ് എന്നാണ്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താ? അള്ളാഹുവിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയാണ്, യാ റബ്ബ്, റബ്ബേ ലഖദ് അലിംത സാകിനൽ ജന്ന മിൻ സാകിനിൻ നാർ. ആരാണ് നരകത്തിൽ പാർക്കുക, ആരാണ് സ്വർഗത്തിൽ പാർക്കുക എന്നത് നീ അറിഞ്ഞിട്ടുണ്ട്. ഫഫി അയ്യി ദാറൈനി മൻസിലു മാലിക് ബിൻ ദീനാർ. സ്വർഗത്തിൽ നരകത്തിൽ ഈ രണ്ട് ഭവനങ്ങളിൽ മാലിക് ബിൻ ദീനാറിൻ്റെ ഭവനം എവിടെയാണ് എന്നാണ് മാലിക് ബിൻ ദീനാർ ചോദിച്ചത്. നരകത്തിലാണോ അതല്ല സ്വർഗത്തിലാണോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അറിവിൽ, അതേപോലെ ഭക്തിയിൽ, വിരക്തിയിൽ, ലോകത്തിൻ്റെ നെറുകയിൽ നിലയുറപ്പിച്ചിരുന്ന ആളുകളുടെ
ആത്മവിചാരത്തിൻ്റെയും അതേപോലെ ഭയപ്പാടിൻ്റെയും വരികളാണ് സഹോദരന്മാരെ നമ്മളിവിടെ ഇതുപോലെയുള്ള ചരിത്രത്തിൽ വായിക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞത്, ലൗ നാദാ മുനാദി മിനസ് സമാ അയ്യുഹന്നാസ് ഇന്നകും ദാഖിലൂനൽ ജന്ന കുല്ലുക്കും ഇല്ലാ റജുലൻ വാഹിദൻ ലഖിഫ്തു അൻ അകൂന അനഹു എന്നാണ്. ഒരാൾ മാനത്ത് നിന്ന് വിളിച്ചറിയാണ് ഭൂമിയിലേക്ക്, ജനങ്ങളെ ഇന്നക്കും ദാഖിലൂനൽ ജന്ന കുല്ലുക്കും, നിങ്ങളെല്ലാവരും സ്വർഗത്തിലാണ്, ഇല്ലാ റജുലൻ വാഹിദൻ, ഒരാളൊഴിച്ച്. ജനങ്ങളെല്ലാം ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സ്വർഗത്തിലാണെന്ന് വാനത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു കൂവിയാൽ ഇമാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ലഖിഫ്തു അൻ അകൂന അനഹു, ആ വ്യക്തി ഞാനാകുമോ എന്ന് ഞാൻ ഭയക്കുകയാണെന്നാണ്. സ്വർഗം നിഷേധിക്കപ്പെടുന്ന ആ ഒരു വ്യക്തി അത് ഞാനാകുമോ എന്ന പേടിയാണ് എനിക്ക് എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ട് അതിനോടൊരനുബന്ധമായിട്ട് പറയുകയുണ്ടായത് എന്നാണ്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളുടെയൊക്കെ അവസ്ഥ. ഈ ഒരു പേടി ഇതൊക്കെ നമ്മളിൽ നിയലിക്കുന്നുണ്ടോ എന്നുള്ളത്. മഹത്തുക്കൾ നമ്മുടെ ഹബീബിൻ്റെ ഉദാഹരണം ഇവിടെ കേൾക്കേണ്ടായി. സഹാബത്തിലെ ചരിത്രങ്ങളിൽ ധാരാളം പാഠങ്ങൾ ഇതുപോലെ ഉണ്ട്. മേലായവനെ മനസ്സിലാക്കിയത് കൊണ്ടുള്ള ജീവിതത്തിൽ വന്ന മാറ്റാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകതകൾ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ നമ്മൾ യഥാവിധം ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കും. ആ പരിവർത്തനങ്ങൾ ഇതുപോലുള്ള മഹത്തുക്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനങ്ങളായിരിക്കും. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരുദൂതർ വിളിച്ച് അദ്ദേഹത്തോട് ചില ഉപദേശങ്ങളും അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയും അത് കേൾപ്പിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ വാക്കുകൾ ഉപസംഹരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഷദ്ദാദ് ബിൻ ഔസ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവി ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ സഹോദരപുത്രനാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിൻ്റെ കവിയാണ്, ഷാഇറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ സഹോദരൻ ഔസിൻ്റെ മകനാണ് ഷദ്ദാദ്. ആ ഷദ്ദാദിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ഷദ്ദാദ ഇബ്നു ഔസിൻ, യാ ഷദ്ദാദ് ഇബ്നു ഔസിൻ, ഇദാ റഅയ്ത الناس قد اكتنزوا الذهب والفضة فاكنز هؤلاء الكلمات. ആളുകളൊക്കെ സ്വർണവും വെള്ളിയും ശേഖരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഈ കെലിമത്തുകൾ, ഈ വചനങ്ങൾ ശേഖരിക്കുക. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ് വഅസ്അലുക മൂജിബാതി റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക് വഅസ്അലുക ശുക്ര നിഅമതിക് വഹുസ്ന ഇബാദതിക് വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സ്വാദിഖ വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം വഅസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷദ്ദാദ് ഇബ്നു ഔസിനോട് ഇത് ശേഖരിക്കാനാണ് പറഞ്ഞത്, ഇത് എടുത്തേക്കാനാണ് പറഞ്ഞത്. എന്താ ഈ തിരുമൊഴി, ഈ പ്രാർത്ഥന അർത്ഥമാക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, അല്ലാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു. എന്ത്? അസ്സബാത ഫിൽ അംർ എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത്, ദീനിൽ പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ, നേരെ നിൽക്കാൻ ആവശ്യമായ തൗഫീഖ്, അതാണ് അള്ളാഹിനോട് യാചിക്കുന്നത്. അൽ അസീമത്ത് അല റുഷ്ദ്, അൽ അസീമത്ത് അല റുഷ്ദ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു തുറവിയും ഉദവിയും. വഅസ്അലുക മൂജിബാതി റഹ്മതിക്, അള്ളാഹിൻ്റെ റഹ്മത്ത് നേടാൻ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് അള്ളാഹുവിനോട് തേടുകയാണ്. അതേപോലെ വഅസായിമ മഗ്ഫിറതിക്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, അത് അള്ളാഹുവിനോട് യാചിക്കുകയാണ്.
വഅസ്അലുക ശുക്ര നിഅമതിക, അള്ളാഹിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള ഒരു ഉദവി അത് അള്ളാഹുവാണ് ഏകേണ്ടത്, അത് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. വഹുസ്ന ഇബാദതിക്, അള്ളാഹുള്ള ഇബാദത്ത് യഥാവിധം നന്നാക്കി യഥാവിധം നിർവഹിക്കുവാനുള്ള തൗഫീഖ് അതാണ് ചോദിക്കുന്നത്. വഅസ്അലുക ഖൽബൻ സലീമ, ഒരു ഖൽബുൻ സലീം അള്ളാഹുവെ ഞാൻ നിന്നോട് യാചിക്കുന്നതാണ്. എന്താ ഈ ഖൽബുൻ സലീം? ഹൃദ്രോഗങ്ങളില്ലാത്ത ഖൽബ്. ഹൃദ്രോഗങ്ങൾ അത് പലതാണ്. അത് അസൂയയായി, അഹങ്കാരമായി, പകയായി, ശത്രുതയായി, അതിൻ്റെ വൈവിധ്യങ്ങൾ പലതാണ്. അതിൽ നിന്ന് സുരക്ഷിതമായ ഹൃദയം. വലിസാനൻ സ്വാദിഖൻ, സത്യസന്ധമായ നാവ്, കളവ് പറയാത്ത പൊളിയില്ലാത്ത നാവ്. അതേപോലെ വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അല്ലാഹുവേ നീ അറിയുന്ന ഖൈർ അത് ഞാൻ നിന്നോട് തേടുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, അല്ലാഹു അറിയുന്ന വിപത്തുകളുണ്ട്, അതിൽ നിന്ന് അള്ളാഹുവോട് രക്ഷയ്ക്ക് തേടുകയാണ്. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, അള്ളാഹു അറിയുന്ന കുറേ വീഴ്ചകൾ കുറവുകളുണ്ട്, അതിൽ പാപമോചനം അള്ളാഹുവെ നിന്നോട് തേടുകയാണ്. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, ഇതൊക്കെ അള്ളാഹിനോട് തേടാൻ കാരണം എന്താ? ഇന്നക അൻത, അള്ളാഹുവെ നീ, കാരണം അള്ളാഹുവെ നീയാകുന്നു അല്ലാമുൽ ഗുയൂബ്, അല്ലാമുൽ ഗുയൂബായവൻ, ഗൈബുകൾ സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അതിനാലാണ് അള്ളാഹുവോട് ഇക്കാര്യങ്ങൾ തേടുന്നത്. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത് ഏകേണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആലാനെ വിളിച്ച് ലോകർ കറൻസികൾ, സ്വർണങ്ങൾ, വെള്ളികൾ ഇതൊക്കെ ശേഖരിക്കുന്ന ഒരു നാൾ താങ്കൾ കണ്ടാൽ നിങ്ങൾ ഇത് ശേഖരിച്ചു വെക്കൂ എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കും ഇത്തരം ദുആകൾ അനിവാര്യമാണ്, ആവശ്യമാണ്. ഈ ദുആകൾ തേടുന്ന ആശയങ്ങൾ, അതിലെ വിഷയങ്ങൾ അത് നമ്മളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അല്ലാമുൽ ഗുയൂബാണ്. അള്ളാഹുവിന് അല്ലാമുൽ ഗുയൂബ് എന്നൊരു പേര് ചില പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയും വിശേഷണവുമാണെന്നാണ് പല പണ്ഡിതന്മാരുടെയും പക്ഷം. പക്ഷേ എന്നാലും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണമാണ് അല്ലാമുൽ ഗുയൂബ്. അതുകൊണ്ട് തന്നെ ആ മേലായവനോട് നമ്മൾ ഇതുപോലെ വിഷയങ്ങൾ ഇരക്കുക. അവൻ അല്ലാമുൽ ഗുയൂബാണെന്ന് മനസ്സിലാക്കി അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം അറിയും. അള്ളാഹു അറിഞ്ഞത് അവൻ വിചാരണയുടെ വേദിയിൽ കൊണ്ടുവരും. അതിലൊക്കെ അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും. അള്ളാഹു പൊറുത്തില്ല എങ്കിൽ, അള്ളാഹു മറച്ചില്ല എങ്കിൽ നമ്മൾ മാനം കെടും, ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന ഉൾവിളിയിൽ നമ്മൾ പൊറുക്കലിനെ തേടി പശ്ചാത്തപിച്ച് പാപ പരിശുദ്ധിക്ക് വേണ്ടി പ്രയത്നിച്ച് നന്മകളിൽ മുന്നേറി തിന്മകൾ കഴുകപ്പെടാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടുള്ള ഒരു ശിഷ്ടജീവിതം, അതാണ് നമ്മൾ നമുക്കായി ഉണ്ടാക്കേണ്ടത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തുണയേകി തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട നല്ല ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ അദാബില്ലാതെ കുതിച്ചുയരാൻ നമുക്കെല്ലാം തുണ അരുളുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها استقرارها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.